Hello my dear students, welcome to my channel at your classroom. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അറ്റ് യുവർ ക്ലാസ് റൂം എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയാൽ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് എത്തിച്ചേരും. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ഞാൻ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് യൂണിറ്റ് 3 ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഈ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് യൂണിറ്റ് 3 ലെസണിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ലെസൺ ടോട്ടലി 12 സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് സെക്ഷനാണ് എ സൂതിങ് സോങ്, പിന്നെ ലിറ്റിൽ ബേർഡീസ്, ദ ടീച്ചിങ് ബേർഡ്, ദ സീക്രറ്റ്, എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ, ഇൻ ടു ദ ഡീപ് സീ, പിന്നെ മെസ്സേജ് ഫ്രം ക്രെയിൻസ്, ദ സ്റ്റോം, നോയ്സി ബേർഡ്സ്, ഹോംലെസ് ബേർഡ്സ്, എ ന്യൂ സെർവൻറ്റ്, ദ നൈറ്റിംഗേൽ ഈസ് ബാക്ക്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആയിട്ടാണ് ഈ ലെസൺ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ കുട്ടികളെ, ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് സെക്ഷൻ്റെ ഹെഡിങ് ആണ് എ സൂതിങ് സോങ്. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കാം. ഇൻ റഷ്യ ദ ലിവ്ഡ് എ റിച്ച് മെർച്ചൻറ്റ്. അപ്പം റഷ്യ എന്ന സ്ഥലത്ത്, ഒരു രാജ്യത്ത്, ഒരു ധനികനായ ഒരു മെർച്ചൻറ്റ്, വ്യാപാരി താമസിച്ചിരുന്നു. ഹി ഹാഡ് എ സെർവൻറ്റ്, എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് കോൾഡ് ഇവാൻ. അപ്പം അദ്ദേഹത്തിന് ഒരു വേലക്കാരൻ ആൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു പയ്യനായിരുന്നു അവൻ. ഓക്കെ, ഹി വാസ് ബ്രൈറ്റ് ആൻഡ് ബ്രേവ്. ബ്രൈറ്റ് ആൻഡ് ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ബുദ്ധിയുള്ള ബ്രൈറ്റ് ബോയ്, ബ്രേവ് ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അവൻ്റെ പേര് ഇവാൻ എന്നായിരുന്നു. ദ മെർച്ചൻറ്റ് വാസ് എ ക്രൂവൽ മാൻ. ഈ വ്യാപാരി വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഹി മെയ്ഡ് ഇവാൻ ടോയിൽ ഫ്രം ഡോൺ ടു ഡസ്ക്. അപ്പം ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഇവനെ രാവിലെ ഏർലി മോർണിംഗ്, പുലർച്ചെ മുതൽ വൈകുന്നേരം സന്ധ്യ ആവുന്നവരെ അതികഠിനമായിട്ട് അധ്വാനിപ്പിച്ചു, വേല ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. അങ്ങനെ ഇവാന് ഒരു റെസ്റ്റ് എടുക്കാൻ ഒരു സമയം പോലും കിട്ടിയിരുന്നില്ല. ഓക്കെ, പിന്നെന്താ അവിടെ പറയുന്നത്? ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക്. അപ്പം വളരെ ഹെവി വർക്ക്, വളരെ ഭാരിച്ച ജോലി അവന് കൊടുത്തതുകൊണ്ട് അവൻ വളരെ ടയേർഡായിരുന്നു, ക്ഷീണിതനായിരുന്നു. ഇവാൻ വുഡ് ലൈ ഡൗൺ ഓൺ ഹിസ് ബെഡ്. അങ്ങനെ ഇവാൻ തളർന്ന് അവൻ്റെ കിടക്കയിൽ അവൻ കിടക്കുമായിരുന്നു. ദെൻ എ നൈറ്റിംഗേൽ വുഡ് സ്റ്റാർട്ട് സിംഗിങ് സ്വീറ്റ് സോങ്സ് ടു ഹിം. അപ്പോൾ ഒരു നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ പക്ഷി അവനെ നല്ല പാട്ടുകൾ പാടാൻ തുടങ്ങി, അവനെ പാട്ട് പാടി കേൾപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, എവ്രി നൈറ്റ് ദ നൈറ്റിംഗേൽ യൂസ് ടു സിംഗ് ഫോർ ഹിം. അങ്ങനെ എല്ലാ രാത്രിയും ഈ നൈറ്റിംഗേൽ വന്ന് ഇവാന് വേണ്ടി പാട്ട് പാടാൻ തുടങ്ങി. ഹീ കുഡ് നെവർ സീ ദ നൈറ്റിംഗേൽ ആസ് ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. അങ്ങനെ പുറത്ത് വളരെ ഇരുടായിരുന്നതുകൊണ്ട് നൈറ്റിംഗേലിനെ കാണാൻ സാധിച്ചില്ല. ബട്ട് ഇറ്റ് സോങ് സൂത് ഹിം ടു സ്ലീപ്പ്. പക്ഷെ അതിൻ്റെ പാട്ട്, ആ പക്ഷിയുടെ പാട്ട് ഇവനെ നല്ല ഉറക്കത്തിലേക്ക് കൊണ്ടുപോയി. നല്ല സുഖമായിട്ട് ഉറങ്ങും ഈ പാട്ട് കേട്ടിട്ട്. വാട്ട് എ ലവ്ലി സോങ്. എന്തൊരു ഭംഗിയുള്ള, എന്തൊരു മാധുര്യമുള്ള പാട്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് സിങ്സ്. എന്തൊരു വളരെ ഭംഗിയായിട്ടാണ് അത് പാടുന്നത്. ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്സ് സോങ്? ഓക്കെ, അപ്പോൾ ഇവന് അങ്ങനെ ഒരു ചോദ്യം അവിടെ മനസ്സിൽ പൊന്തി വന്നു. എന്തായിരിക്കും ഈ സോങ്ങിൻ്റെ മീനിങ്? ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അങ്ങനെ ഇവൻ മനസ്സിലാലോചിക്കുക, എനിക്ക് ഈ പക്ഷികളുടെ ലാംഗ്വേജ് ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് ഇവൻ ആഗ്രഹിച്ചു. ഇവൻ വുഡ് തിങ്ക്. അങ്ങനെ ഇവൻ ആഗ്രഹിച്ചു, അവിടെ അതാ പറയുന്നത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സെക്ഷൻ എന്താ? ലിറ്റിൽ ബേർഡീസ്. ലിറ്റിൽ ബേർഡീസിൽ എന്താ പറയുന്നത്? വൺ ഡേ ദ മെർച്ചൻറ്റ് സെൻഡ് ഇവാൻ ടു ദ ഫോറസ്റ്റ് ടു ഫെച്ച് ഫയർവുഡ്. അപ്പം ഒരു ദിവസം ഇവാനെ ഈ വ്യാപാരി കാട്ടിലേക്ക് അയച്ചു. എന്തിന്? ഫയർവുഡ്സ് വെട്ടിക്കൊണ്ടുവരാൻ. വിറക്, അതായത് വെള്ളം ചൂടാക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ ഒക്കെയുള്ള വിറക് എടുത്തു കൊണ്ടുവരാനായിട്ട് കാട്ടിലോട്ട് പറഞ്ഞയച്ചു. സൂൺ ദ വിൻഡ് റോസ്, ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്, ദ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്, ദ തണ്ടർ റോഡ് ലൗഡ്ലി ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി. പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി, മേഘം ഇരുണ്ടു വന്നു, മിന്നലടിച്ചു, ഇടിവെട്ടി. വളരെ ശബ്ദത്തോടുകൂടിയാണ് ഇടിവെട്ടിയത്. അങ്ങനെ വളരെ ശക്തമായിട്ട് മഴയും ആരംഭിച്ചു.
ഓക്കെ. ഇവാൻ സൂൺ റാൻ ടു ദ ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ. അങ്ങനെ അവിടെ വലിയൊരു മരം കണ്ടു, അതിൻ്റെ അടിയിലോട്ട് ഇവൻ ഓടി ചെന്നു. ഹി സോ എ ബിഗ് നെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അങ്ങനെ അതിലെ ഒരു ബ്രാഞ്ചിൽ ഇവൻ ഒരു പക്ഷിക്കൂട് കണ്ടു. 4 small birds were there in the nest and there was no one to protect them from the wind and rain. ആ പക്ഷിക്കൂട്ടിൽ 4 small birds, അതായത് ചെറിയ പക്ഷികൾ 4 എണ്ണം ഉണ്ടായിരുന്നു പക്ഷിക്കുട്ടികൾ. ആരും അതിനെ ഈ മഴയിൽ നിന്നും കാറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൻ്റെ അമ്മക്കിളി ഉണ്ടായിരുന്നില്ല, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. അങ്ങനെ അതിനോട് സങ്കടം തോന്നി, സഹതാപം തോന്നി. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? ഹി ക്ലൈംബ് ദ ട്രീ ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ ഇവൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഒരു ഷോളുമാരി ജാക്കറ്റ് എന്തോ അഴിക്കുന്നതായിട്ടാണ് കാണുന്ന പിക്ചറിൽ. ഓക്കെ, അതെടുത്തിട്ട് അതിനെ കവർ ചെയ്തു പിടിച്ചു, ഈ മഴയിൽ നിന്നൊക്കെ സംരക്ഷിച്ചു. വെൻ ദ തണ്ടർ സ്റ്റോം വാസ് ഓവർ ദ മദർ ബേർഡ് കം ബാക്ക്. അങ്ങനെ തണ്ടർ സ്റ്റോം കഴിഞ്ഞപ്പോൾ ഈ അമ്മക്കിളി തിരിച്ച് വന്നു. അപ്പോൾ ഇതോടുകൂടെ ഈ സെക്കൻഡ് പോർഷനിലെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കഴിയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഭാഗം, ദ ടീച്ചിങ് ബേർഡ്. ഈ ഭാഗത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. താങ്ക് യു ഇവാൻ, യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. അപ്പം ഈ ബേർഡ് എന്ത് പറഞ്ഞു? താങ്ക് യു ഇവാൻ, നന്ദി ഇവാൻ, നീ എൻ്റെ കുട്ടികളെ സംരക്ഷിച്ചു. എന്തിൽ നിന്ന്? തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ എൻ്റെ കുട്ടികളെ നീ രക്ഷിച്ചു. അതുകൊണ്ട് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു, എനിക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, പറയൂ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. അപ്പോൾ ഇവാന് വളരെ അതിശയമായി, ആശ്ചര്യമായി, ഒരു ടോക്കിംഗ് ബേർഡ് വന്നിട്ട് ഇവനോട് സംസാരിക്കുന്നല്ലോ എന്ന്. ഒരു ടോക്കിംഗ് ബേർഡിനെ കണ്ടുമുട്ടിയല്ലോ എന്ന്. ഇവൻ ആൻസേർഡ്, യു നോ ആ ലാംഗ്വേജ്. അങ്ങനെ ഇവൻ ചോദിച്ചു, യു നോ ആ ലാംഗ്വേജ്, നിനക്ക് ഞങ്ങളുടെ ലാംഗ്വേജ് അറിയാമോ, ഭാഷ അറിയാമോ? വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്, നിങ്ങളുടെ ഭാഷ എന്നെ പഠിപ്പിക്കാമോ? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, അതായത് നിങ്ങളുടെ പക്ഷികളുടെ ഭാഷ. ഓക്കെ, അപ്പം ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ആ പക്ഷി എന്ത് പറഞ്ഞു? സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു. അപ്പം പക്ഷി പറഞ്ഞു, നീ ഇവിടെ കുറച്ച് കാലം താമസിക്കുക, കുറച്ച് കുറച്ച് ഡേയ്സ് എൻ്റെ കൂടെ, ദിവസങ്ങൾ എൻ്റെ കൂടെ താമസിക്കുക, അപ്പം നിനക്കെല്ലാം മനസ്സിലാവും. ഇവൻ റിമൈൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഇവൻ ഫോറസ്റ്റിൽ താമസിച്ചു. ഹി ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. അങ്ങനെ അമ്മക്കിളിയിൽ നിന്ന് ബേർഡ് ലാംഗ്വേജ് പഠിച്ചെടുത്തു. അങ്ങനെ ഇവാൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ഇവാൻ വീട്ടിലേക്ക് മടങ്ങി. ഓക്കെ, ഇതാണ് ഈ ഭാഗത്ത് ഇവിടെ പറയുന്നത്. അടുത്ത ഭാഗം ദ സീക്രറ്റ്. അങ്ങനെ അടുത്ത ഭാഗത്ത് ദ സീക്രറ്റിൽ എന്താ പറയുന്നത്? ദാറ്റ് നൈറ്റ് ഇവാൻ വാസ് ലിസണിങ് ടു ദ സോങ് ഓഫ് നൈറ്റിംഗേൽ. ആ രാത്രി ഇവാൻ ഈ നൈറ്റിംഗേലിൻ്റെ പാട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. നൗ ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. ഇപ്പം ഇവാന് മനസ്സിലായി, ആ പാട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. അങ്ങനെ പക്ഷിയുടെ ഭാഷയിൽ ഇവാൻ ആ നൈറ്റിംഗേലിനോട് സംസാരിച്ചു. ഹൗ ഡിഡ് യു ലേൺ ആ ലാംഗ്വേജ്? അങ്ങനെ പക്ഷിക്ക് ആശ്ചര്യമായി. പക്ഷി എന്താ ചോദിച്ചാൽ, ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്, എങ്ങനെ നീ ഞങ്ങളുടെ ഭാഷ സംസാരിച്ചു? ഫ്ലൈങ് ടുവേർഡ്സ് ഹിം ദ നൈറ്റിംഗേൽ ആസ്ക്ഡ്. അങ്ങനെ നൈറ്റിംഗേൽ ആ ഇവാൻ്റെ അടുത്തേക്ക് പറന്നു വന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഇവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൽ. അങ്ങനെ ഇവാൻ ആ കംപ്ലീറ്റ് കഥ പറഞ്ഞു കൊടുത്ത്, എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ പഠിക്കാൻ സാധിച്ചു എന്നെല്ലാം പറഞ്ഞു കൊടുത്ത്. ഐ ഹാവ് എ സീക്രറ്റ് ടു ടെൽ യു, ദ ബേർഡ്സ്. അങ്ങനെ പക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനോടൊരു സീക്രറ്റ് പറയാനുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ഇവാൻ ആസ്ക്ഡ്. അപ്പോൾ ഇവാൻ ചോദിച്ചു, എന്താണത്? ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രറ്റ് ഇൻ ഇവാൻസ് ഇയേഴ്സ്. അങ്ങനെ ഈ പക്ഷി ഇവാൻ്റെ ചെവിട്ടിൽ ആ കാര്യം പറഞ്ഞു കൊടുത്തു, സ്വകാര്യമായിട്ട്. വിസ്പേർഡ്, വളരെ ശബ്ദം കുറച്ച്, വേറെ ആരും കേൾക്കാതെ. ഇവാൻ ദ മെർച്ചന്റ് കോൾഡ് ഹിം. അപ്പം പെട്ടെന്ന് ആ വ്യാപാരി പുറകെ നിന്ന് വിളിച്ചു, ഇവാൻ. ദ നൈറ്റിംഗേൽ ഫ്ലൂ അവേ. ആ ശബ്ദം കേട്ട ഉടനെ നൈറ്റിംഗേൽ പറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. വിചിത്രമായ
പ്രവചനം. ഇത് ഈ ലെസണിലെ 5ാമത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് വായിച്ചു നോക്കാം. ഹൂ വേർ യു ടോക്കിംഗ് ടു? ദ മെർച്ചന്റ് ആസ്ക്ഡ്. അപ്പോൾ ആ വ്യാപാരി വന്നിട്ട് ചോദിച്ചത് എന്താണ്? നീ ആരോടാണ് സംസാരിച്ചിരുന്നത്? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഇവാൻ റിപ്ലൈഡ്. അപ്പോൾ ഇവാൻ എന്ത് മറുപടി പറഞ്ഞു? ഞാനൊരു നൈറ്റിംഗേൽ ആയിട്ട് സംസാരിക്കുകയായിരുന്നു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അപ്പം ഒരു നൈറ്റിംഗേലിനോട് സംസാരിക്കുകയെ അതെങ്ങനെ നിനക്ക് സാധിക്കും? ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ഇവാൻ എന്ത് പറഞ്ഞു? ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചു. ദ മെർച്ചന്റ് സ്റ്റേർഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. ആ സമയത്ത് മെർച്ചന്റ് എന്താ ചെയ്ത? വ്യാപാരി ഇവാനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വാട്ട് വേർ യു ടോക്കിംഗ് അബൌട്ട്? ആസ്ക്ഡ് ദ മെർച്ചന്റ് ആഫ്റ്റർ എ മൊമെന്റ്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം മെർച്ചന്റ് വീണ്ടും ചോദിച്ചു, ആ വ്യാപാരി വീണ്ടും ചോദിച്ചു, എന്തായിരുന്നു നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇവാൻ വാസ് വെറീഡ്. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. അപ്പോൾ ഇവാൻ പെട്ടെന്ന് വിഷമിച്ചു. എനിക്ക് ചോദ്യം പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് പെട്ടെന്നൊരു വിഷമായി. എന്നിട്ട് ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്, അങ്ങനെ ഒരു തപ്പിയിട്ട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ദ നൈറ്റിംഗേൽ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. അപ്പോൾ നൈറ്റിംഗേൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു രാജാവാകും, നിങ്ങളൊരു വേലക്കാരനായി മാറും. ഇതാണ് നൈറ്റിംഗേൽ പറഞ്ഞത്. അപ്പം ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം എന്താണ്? ഇൻ ടു ദ ഡീപ് സീ, ആഴക്കടലിലേക്ക്. ഓക്കെ, ഇൻ ടു ദ ഡീപ് സീ. ഇൻ ടു ദ ഡീപ് സീൽ എന്താ പറയുക നോക്കാം. ദ മെർച്ചന്റ് വാസ് വെറീഡ് ആൻഡ് റിമെയിൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. അങ്ങനെ ഇത് കേട്ടപ്പം ഈ വ്യാപാരിക്ക് വളരെ വിഷമായി, ഭയങ്കര പ്രശ്നമായി, മനസ്സിലൊക്കെ ഒരുമാതിരി തോന്നാൻ തുടങ്ങി. ഇനി എന്ത് സംഭവിക്കും? ഞാൻ സെർവൻറ്റും ഈ കുട്ടി രാജാവായിരുന്നെങ്കിലോ അല്ലാത്തൊരു പ്രയാസമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തോർത്ത് റിമെയിൻ സ്ലീപ്ലെസ് ഫോർ വീക്സ്, അതായത് ആഴ്ചകളോളം ഉറക്കില്ലായിരുന്നു അയാൾക്ക്. വൺ നൈറ്റ് ദ മെർച്ചന്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഡ്രിങ്ക് കൊടുത്തു ഇവാന്. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ഹിം ഡ്രൗസി, അവനെ ഉറക്കി കിടത്താൻ. അപ്പം ആ ഡ്രിങ്കിൽ എന്തോ കലക്കി കൊടുത്തു. വെൻ ഇവാൻ ഹാഡ് ഫോളൻ എസ്ലീപ് ദ മെർച്ചന്റ് ലേഡ് ഹിം ഓൺ എ ബോട്ട്. അപ്പം അങ്ങനെ ഇവാൻ ഉറങ്ങിപ്പോയപ്പം ഈ മെർച്ചന്റ് എന്ത് ചെയ്ത്? ഇവാനെ എടുത്തിട്ട് ഒരു ബോട്ടിൽ കിടത്തിയിട്ട് ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. ഈ വൈറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ പായ, കപ്പൽ, അതായത് ബോട്ടിന്റെ പായ. കാറ്റ് പിടിച്ചാൽ അതായിട്ട് ഇങ്ങനെ ബോട്ട് നീങ്ങും. അപ്പം അത് വിരിച്ചു. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ അത് വലിച്ച് കെട്ടിപ്പൊക്കി റെഡിയാക്കി. എന്നിട്ട് ഈ ബോട്ടിനെ കടലിലേക്ക് അങ്ങ് തള്ളിവിട്ടു. അപ്പം ഇതാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം. എന്താ പറയുന്നത്? മെസ്സേജ് ഫ്രം ക്രെയിൻസ്. അതായത് നമ്മൾ ക്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ കടൽ കാക്കകൾ, കൊക്കുകൾ. ഇപ്പോൾ കടലിലായതുകൊണ്ട് കടൽക്കാക്ക എന്ന് നമുക്ക് പറയാം. മെസ്സേജ് ഫ്രം ക്രെയിൻസ്, അപ്പോൾ അവരിൽ നിന്നൊരു ദൂത്, ഒരു മെസ്സേജ് കിട്ടുകയാണത്. അപ്പോൾ ഇതെന്താ നമുക്ക് വായിക്കാം. ഫോർ എ ലോങ് ടൈം ദ ബോട്ട് മൂവ്ഡ് അബൌട്ട് ഓൺ ദ വേവ്സ് ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. അപ്പോൾ അങ്ങനെ ഈ ബോട്ട് ഇങ്ങനെ കടലിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോയിട്ട് ഒരു വലിയൊരു ഷിപ്പിന് പോയിട്ട് തട്ടി നിന്ന്. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഇവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. അപ്പോൾ ഈ കപ്പലിൽ നോക്കുമ്പം അതിലെ ക്രൂ എന്ന് പറഞ്ഞാൽ ആ കപ്പൽ ജീവനക്കാർ, ഈ ഒരു കുട്ടി ഇങ്ങനെ അതിൽ ബോട്ടിൽ കുടുങ്ങിപ്പോയ മാതിരി കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നി. ദേ ടുക്ക് ഹിം ടു ദ ഷിപ്പ്. അപ്പോൾ അവനെ ആ ഷിപ്പിലേക്ക് എടുത്തു, വലിച്ചു കയറ്റി. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. അങ്ങനെ ഇവാൻ എന്ത് ചെയ്ത്? ആ ഡെക്കിന്റെ മുകളിൽ പോയി നിന്ന്. ഡെക്ക് എന്ന് പറഞ്ഞാൽ കയറി നിൽക്കുന്നത് കണ്ടോ? ഇവാൻ ആ ചിത്രത്തിൽ കാണാം. ഡെക്ക് എന്ന് പറയുന്നത് ആ ഒരു റൂം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടാവും ഈ ഷിപ്പിലൊക്കെ, അതിൻ്റെ മേലെ കയറി നിന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ, ആകാശത്തോട്ട് നോക്കി. ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദ സ്കൈ ഇവാൻ സോ സം ക്രെയിൻസ്. അങ്ങനെ വളരെ ഉയരത്തിൽ, ആകാശത്തിൽ വളരെ ഉയരത്തിൽ ഇവാൻ കുറച്ച് കടൽക്കാക്കകളെ കണ്ടു. ദ ക്രെയിൻസ് വർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അപ്പോൾ അവരിങ്ങനെ സംസാരത്തിൽ നിന്ന് ഒരു സ്റ്റോം പ്രതീക്ഷിക്കുന്ന, ഒരു സ്റ്റോം ഇങ്ങനെ അകലെ നിന്ന് വരുന്നതായിട്ട് ഈ പക്ഷികൾ തമ്മിൽ സംസാരിക്കുന്നതാണ് ഇവൻ കേട്ടിട്ടുണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാം.
He said to the sailor, "Be careful. I hear the birds predicting a storm." അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ആ സെയിലറിനോട് പറഞ്ഞു. സെയിലർ എന്ന് വെച്ചാൽ കപ്പൽ ഓടിക്കുന്ന വ്യക്തിനോട് പറഞ്ഞു, ബി കെയർഫുൾ, ശ്രദ്ധിക്കണം. ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അതായത് ഈ പക്ഷികൾ ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ലെറ്റ് us enter a harbor or we'll be in danger. നമുക്കൊരു ഹാർബറിൽ പോയിട്ട് നങ്കൂരമിട്ട് കപ്പൽ അവിടെ അടുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ വളരെ അപകടത്തിൽപ്പെടും. യു സിലി ബോയ് കീപ് ക്വയറ്റ്. അപ്പം ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്, ഈ ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു? ഓ, നീ സാരപ്പെട്ട ചെക്ക, നീ മിണ്ടാതിരിക്കും, നീ പറയുന്നൊന്നും ശരിയല്ല, നിനക്ക് എന്തറിയാം കടലിനെ പറ്റി എന്നുള്ള രീതിയിൽ. ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം എഗെയിൻ ആൻഡ് എഗെയിൻ. അങ്ങനെ വീണ്ടും വീണ്ടും ഇവാൻ റിക്വസ്റ്റ് ചെയ്തു. അപ്പം ഈ ഭാഗത്ത് നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ദ സ്റ്റോം, കൊടുങ്കാറ്റ്. ഈ ഭാഗത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റിയർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. അങ്ങനെ ഒടുക്കം ഇവൻ പറയുന്നത് കേട്ട് ഇവന് അനുസരിച്ച് എന്ത് ചെയ്തു? ക്യാപ്റ്റൻ സ്റ്റിയർഡ് ദ ഷിപ്പ് തിരിച്ച് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്, ഒരു കരയിലേക്ക് അടുപ്പിച്ച് അവിടെ നങ്കൂരമിട്ടു. വിതിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. കുറച്ച് സമയത്തിനുള്ളിൽ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. ഹ്യൂജ് വേവ്സ് റോൾസ് അപ്പ് ടു ദ സ്കൈ. അങ്ങനെ വളരെ വലിയ വലിയ തിരമാലകൾ ആകാശത്തോളം പൊങ്ങി. ദ വിൻഡ് റോർഡ്. അങ്ങനെ കാറ്റ് അലറി അടിച്ചു. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. അങ്ങനെ ഇവര് മറ്റുള്ള കപ്പലുകളൊക്കെ ഈ തിരയിൽ പെട്ട് പൊട്ടി നാശമാവുന്നത് ഇവർ കണ്ടു. യു സേവ്ഡ് ആർ ലൈഫ്സ്. ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. അങ്ങനെ നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ഇവാനെ ക്യാപ്റ്റൻ നന്ദി പറഞ്ഞു. ഓക്കെ, അതാണ് ഈ സ്റ്റോം എന്ന ഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണ്? നോയ്സി ബേർഡ്സ്. നോയ്സി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമുണ്ടാക്കുന്ന പക്ഷികൾ. ഓക്കെ, ഇവിടെ എന്താ പറയുക നോക്കാം. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. അപ്പം ഈ രാജ്യത്തിലെ രാജാവ് വളരെ വിഷമത്തിലായി, വളരെ പ്രശ്നത്തിലായി. മെനി ക്രോസ് ക്രീച്ച്ഡ് ഓൺ ദ വിൻഡോസ്, വാൾസ് ആൻഡ് റൂഫ്സ് ഓഫ് ദ പാലസ് ആൻഡ് ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ. അനേക കാക്കകൾ അവിടുത്തെ കൊട്ടാരത്തിൻ്റെ ജനവാതിലിൻ്റെ മേലെയും മതിലിൻ്റെ മേലെയും റൂഫിൻ്റെ മേലെ, അതായത് അതിൻ്റെ പൊരേൻ്റെ മുകളിൽ, റൂഫിൻ്റെ മുകളിലും, ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ, അടുത്തുള്ള മരങ്ങളിലും ഒക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റീഡ് ഓഫ് ദിം. ആർക്കും മനസ്സിലാവുന്നില്ല ഇവരെ എങ്ങനെ പറഞ്ഞയക്കും എന്നുള്ളത്. ഇവാൻ വെൻ ടു ദ പാലസ്. അങ്ങനെ ഇവാൻ കൊട്ടാരത്തിലേക്ക് പോയി. യുവർ മാജസ്റ്റി, ഐ വിൽ ഗെറ്റ് റീഡ് ഓഫ് ദ ക്രോസ്, ഇവാൻ സെഡ്. അപ്പം പ്രഭു, ഞാൻ ഈ കാക്കകളെ പറഞ്ഞയച്ചു തരാമെന്ന് ഇവാൻ പറഞ്ഞു. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ, ദ കിങ് സെഡ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ച് തരും. അപ്പം ഇവാൻ ആസ് ദ സെർവൻസ് ടു ഓപ്പൺ ദ വിൻഡോ. അങ്ങനെ അവിടുത്തെ കൊട്ടാരത്തിലെ ഭൃത്യന്മാർ പണിക്കാരോട് എന്ത് പറഞ്ഞു? വിൻഡോ തുറക്കാൻ പറഞ്ഞു, ജനവാലൊക്കെ തുറക്കാൻ പറഞ്ഞു. ഹി ലിസൺ ടു ദ ക്രോസ് ഫോർ എ വൈൽ. അങ്ങനെ എന്താണ് ഈ കാക്കകൾ സംസാരിക്കുന്നത്, എന്താണ് ഈ കാക്കകൾ പറയുന്നതെന്ന് കുറച്ചു നേരം ശ്രദ്ധിച്ചു. ദെൻ ഹി വെൻ ടു ദ കിങ് അഗെയിൻ. അങ്ങനെ അവൻ വീണ്ടും രാജാവിൻ്റെ അടുത്തേക്ക് പോയി, അത് ഈ കാക്കകളുടെ അടുത്ത് കേട്ട കാര്യം പറയാനായിട്ട്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഹോംലെസ് ബേർഡ്സ് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വീടില്ലാത്ത പക്ഷികൾ. ഇവാൻ bowed before the king and said, "O Lord, the crows are homeless because your men are cutting down the trees they are living on." അങ്ങനെ ഇവാൻ bowed before the king, രാജാവിൻ്റെ മുമ്പിൽ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, "ഓ പ്രഭു, ഓ ലോർഡ്, the crows are homeless because your men are cutting down the trees they are living on." ഈ ക്രോസ് എല്ലാം, ഈ കാക്കകളൊക്കെ വീടില്ലാതായിരിക്കുക. എന്താ കാരണം? അവർ താമസിക്കുന്ന മരമൊക്കെ നിങ്ങളുടെ ആൾക്കാർ പോയിട്ട് വെട്ടുകയാണ്. ദേ വോണ്ട് യുവർ മെൻ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. നിങ്ങളുടെ ആൾക്കാർ അത് നിർത്തണം. അതാണ് ഇവർ അപേക്ഷിക്കുന്നത്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ കിങ് ഓർഡർഡ് ഹിസ് മെൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീസ്. അങ്ങനെ രാജാവ് ഓർഡർ കൊടുത്തു, ആജ്ഞാപിച്ചു, എന്ത്? മരം മുറിക്കലൊക്കെ നിർത്തുക. ദ ക്രോസ് ഫ്ലൂ എവേ
വൺ ആഫ്റ്റർ അനദർ ആൻഡ് ഡിസപ്പീർഡ്. അത് സംഭവം ഇവർ വെട്ടൽ നിർത്തിയപ്പോൾ ഈ കാക്കകളൊക്കെ എന്ത് ചെയ്തു? ഓരോന്നോരോന്നായിട്ട് അവിടുന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങി. ദ കിങ് ഗോട്ട് ദ പ്രിൻസസ് മാരിഡ് ടു ഇവാൻ. അങ്ങനെ രാജാവിൻ്റെ മകളെ ഇവാന് വിവാഹം ചെയ്തു കൊടുത്തു. ദസ് ഇവാൻ ബിക്കേം ദ കിങ്. അപ്പോൾ ഇവാൻ കിങ്ങായി മാറി. ഹി റൂൾഡ് ദ കിങ്ഡം വൈസ്ലി. അങ്ങനെ ഇവാൻ ആ രാജ്യം നല്ല ബുദ്ധിപരമായിട്ടും വളരെ വൃത്തിയായിട്ടും ഭരിച്ചു. Birds always warned him about storms and disasters, and Ivan took immediate action to save his people. അങ്ങനെ പിന്നെ അതിനുശേഷം പക്ഷികളൊക്കെ ഇവാനെ വന്നിട്ട് ഇങ്ങനെ അപകടങ്ങളൊക്കെ അറിയിക്കും. സ്റ്റോംസും ഡിസാസ്റ്റർ, അതായത് ഭൂമി കുലുക്കം, കാറ്റ്, കൊടുങ്കാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാനെ അറിയിക്കുമ്പോൾ അതിനുവേണ്ടി ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തിട്ട് ആ രാജ്യത്തിലെ മനുഷ്യന്മാരെ ഇവാൻ രക്ഷിക്കും. ലോങ് ലിവ് കിങ് ഇവാൻ, പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം. അങ്ങനെ ആ രാജ്യത്തിലെ ആൾക്കാരൊക്കെ ഇവാനെ പുകഴ്ത്തുവാൻ തുടങ്ങി. എങ്ങനെ? ഇവാന്റെ ബുദ്ധിയെ, വിസ്ഡം, ബുദ്ധിയെ പുകഴ്ത്തുവാൻ തുടങ്ങി. ഇവാൻ ഭരിക്കുന്ന രീതിയെ പുകഴ്ത്തുവാൻ തുടങ്ങി. ഓക്കെ, ലോങ് ലിവ് കിങ് ഇവാൻ, അതായത് ഈ രാജാവ് നീണാൾ വാഴട്ടെ എന്ന്. എ ന്യൂ സെർവൻറ്റ്, ഇത് ഈ പാഠത്തിലെ 11ാമത്തെ ഭാഗമാണ്. നമുക്ക് വായിക്കാം. ഇയേഴ്സ് പാസ്റ്റ്, അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വൺ ഡേ ആൻ ഓൾഡ് മാൻ കെയിം ടു ഇവാൻസ് പാലസ്. അങ്ങനെ ഒരു ദിവസം ഒരു പ്രായമായ മനുഷ്യൻ ഇവാന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഇവാൻ ഓർഡേർഡ് ഹിസ് ഗാർഡ്സ് ടു ബ്രിങ് ഹിം ഇൻസൈഡ്. അങ്ങനെ ഇവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കാവൽക്കാരോട് ആ മനുഷ്യനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ദ ഓൾഡ് മാൻ ഇൻ ഷാബി ക്ലോത്ത്സ് അപ്പിയർഡ് ബിഫോർ ഹിം. അങ്ങനെ ഈ പ്രായമായ മനുഷ്യൻ വളരെ മുഷിഞ്ഞ വസ്ത്രത്തിലായിരുന്നു വന്നത്. ഹി വാസ് സോ ടയർഡ്, അദ്ദേഹത്തിന് വളരെ ക്ഷീണം ഉണ്ടായിരുന്നു. ഡിയർ ഓൾഡ് മാൻ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഇവാൻ ആസ്ക്ഡ്. ഓ പ്രായമായ മനുഷ്യ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇവാൻ ചോദിച്ചു. ഓ യുവർ മാജസ്റ്റി, ഐ ലോസ്റ്റ് മൈ വൈഫ് ആൻഡ് ഓൾ മൈ വെൽത്ത്. ഓ പ്രഭു, എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, എൻ്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. അതായത് ഭാര്യയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മരിച്ചു പോയെന്നായിരിക്കും. ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലിവിങ്. അപ്പോൾ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഐ ആം ഓൾഡ് ആൻഡ് കനോട്ട് വർക്ക്. ഞാൻ വളരെ പ്രായമായി, എനിക്കങ്ങനെ ഭാരിച്ച പണികളൊന്നും എടുക്കാൻ സാധിക്കില്ല. ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു സെഡ് ദി ഓൾഡ് മാൻ. അപ്പോൾ ആ ഓൾഡ് മാൻ എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ കൊട്ടാരത്തിൽ താമസിച്ചിട്ട് നിങ്ങളെ ഞാൻ സേവ ചെയ്തോട്ടെ, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ ഇവാൻ എന്ത് തീരുമാനിച്ചു? ഇവാൻ അപ്പോയിന്റഡ് ഹിം ആസ് ഹിസ് സെർവൻറ്റ്. അങ്ങനെ ഇവാൻ അയാളുടെ ഭൃത്യനായിട്ട് നിയമിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എ ന്യൂ സെർവൻറ്റ് എന്ന ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ഭാഗം എന്താണ്? ദ നൈറ്റിംഗേൽ ഈസ് ബാക്ക്. അപ്പോൾ ആ നൈറ്റിംഗേൽ തിരിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. വൺ നൈറ്റ് ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. അപ്പോൾ ഒരു ദിവസം രാത്രി ഈ ഇവാൻ അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അദ്ദേഹം അങ്ങനെ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. എ ഫുൾ മൂൺ വാസ് റൈസിങ്. അങ്ങനെ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. ലിറ്റിൽ സ്റ്റാർസ് വർ ബ്ലിങ്കിങ് ടു ഗ്രീറ്റ് ദ മൂൺ. അതായത് നക്ഷത്രമൊക്കെ ഉണ്ടായിരുന്നു ആകാശത്ത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാ ഈ ഉദിച്ചു വരുന്ന ചന്ദ്രനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട്, സ്വീകരിക്കാനായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന പോലെ, മിന്നുന്നത് പോലെ തോന്നി. എ സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ദ ഫ്രേഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ ടു ദ റൂം. അപ്പോൾ ഒരു ചെറിയ ഇളം കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിരിഞ്ഞു നിൽക്കുന്ന കാട്ടുപൂക്കളുടെ ഒക്കെ മണം അങ്ങനെ ആ കാറ്റിലൂടെ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഫ്രം ദ ഡിസ്റ്റന്റ് സ്കൈസ് ഇവാൻ ഹിയർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗേൾ. എന്താണ്? ഫ്രം ദ ഡിസ്റ്റന്റ് സ്കൈസ് ഇവാൻ ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗേൾ. അപ്പം വളരെ ദൂരത്തുനിന്ന് ഇവാൻ ഈ നൈറ്റിംഗേലിൻ്റെ പാട്ട് കേട്ടു. ഇറ്റ്സ് മൈ നൈറ്റിംഗേൽ. അപ്പോൾ ഇവാൻ മനസ്സിലായി, ഓ അതെൻ്റെ നൈറ്റിംഗേലാണ്. ഇവാൻ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻ ടു ദ വിൻഡോ. അങ്ങനെ ഇവാൻ എഴുന്നേറ്റിട്ട് ആ ജനലിൻ്റെ അടുത്തേക്ക് പോയി. സൂൺ ദ നൈറ്റിംഗേൽ കെയിം ടു ഹിം ആൻഡ് സാറ്റ് ഓൺ ദ വിൻഡോ സിൽ. അപ്പം തന്നെ നൈറ്റിംഗേൽ എന്ത് ചെയ്തു? പറന്നു വന്ന് ആ ജനവാതിലിൻ്റെ തിണേൻ്റെ മേലെ ഇരുന്നു, വിൻഡോ സിൽ. ദേ സ്പോക്ക് ഫോർ എ ലോങ് ടൈം. അങ്ങനെ വളരെ നേരത്തേക്ക് അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ഇവാൻ ചോദിക്കുകയാണ്, ആസ് യു സെഡ് ഐ ബിക്കേം ദ കിങ്, ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ മെർച്ചന്റ്? ഇവാൻ ആസ്റ്റ്. അപ്പോൾ ഇവാൻ ചോദിക്കുകയാണ്, നീ പറഞ്ഞ പോലെ ഞാൻ രാജാവായി, പക്ഷേ ആ മെർച്ചന്റ്, ആ വ്യാപാരിക്ക് എന്ത് സംഭവിച്ചു? ഓ യുവർ മാജസ്റ്റി, ഹി ഈസ്
in your palace and he is serving you. ഓ പ്രഭു, അദ്ദേഹം നിങ്ങളുടെ കൊട്ടാരത്തിൽ തന്നെ നിങ്ങളെ സേവ ചെയ്യുന്നു. Saying this, the nightingale flew away and disappeared into the sky. ഇത് പറഞ്ഞതിന് ശേഷം നൈറ്റിംഗേൽ അവിടുന്ന് പറന്ന് അങ്ങനെ ഇരുട്ടിൻ്റെ മറവിലേക്ക് പോയി. യുവർ മാജസ്റ്റി, സപ്പർ ഇസ് റെഡി. അപ്പോൾ പെട്ടെന്ന് പിന്നുന്നൊരു ശബ്ദം കേൾക്കുന്നു. യുവർ മാജസ്റ്റി, ഓ പ്രഭുവേ, സപ്പർ ഇസ് റെഡി, നിങ്ങളുടെ രാത്രി ഭക്ഷണം റെഡിയാണ്. ഇവാൻ ലുക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് അറ്റ് ഹിസ് ഡോർ. അപ്പം ഇവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവാൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ ഈ ഓൾഡ് സെർവൻറ്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. അപ്പോൾ ഇവാന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. ഇവാൻ്റെ പഴയ മാസ്റ്റർ ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഈ ഭാഗത്തോടുകൂടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അടുത്തതായിട്ടുള്ളത് ഒരു പദ്യമാണ്. ലെസൺ കഴിഞ്ഞു. ഇനി പദ്യത്തിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഒരു ചെറിയ പാരഗ്രാഫ് അവിടെ പറയുന്നുണ്ട്. യു ഹാവ് റെഡ് ദ സ്റ്റോറി ഓഫ് ഇവാൻ ഹൂ നോസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അങ്ങനെ ബേർഡ്സിൻ്റെ, പക്ഷികളുടെ ഭാഷ അറിയുന്ന ഇവാനെ കുറിച്ചുള്ള കഥ നിങ്ങൾ വായിച്ചു. ഡു യു ലൈക്ക് ടോക്കിംഗ് ടു ബേർഡ്സ്? നിങ്ങൾക്ക് പക്ഷികളോട് സംസാരിക്കാൻ ഇഷ്ടമാണോ? ഡു യു വിഷ് ടു ഫ്ലൈ ലൈക്ക് ബേർഡ്സ്? നിങ്ങൾക്ക് പക്ഷികളെ പോലെ പറക്കാൻ ഇഷ്ടമാണോ? ഇഫ് യു കുഡ് ഫ്ലൈ വാട്ട് വുഡ് യു ഡു? അങ്ങനെ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ലെറ്റ്സ് റീഡ് എ പോയം അബൌട്ട് എ ചൈൽഡ് ഹു ലൈക്സ് ടു ഫ്ലൈ ലൈക്ക് എ ബേർഡ്. അപ്പം നമുക്കിവിടെ ഒരു പദ്യം വായിക്കാം. എങ്ങനത്തെ പദ്യം? എ ചൈൽഡ് ഹു ലൈക്സ് ടു ഫ്ലൈ ലൈക്ക് എ ബേർഡ്. അപ്പോൾ പക്ഷിയെപ്പോലെ പറക്കാൻ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണത്. ഓക്കെ, ഇഫ് ഐ കുഡ് ഫ്ലൈ, എനിക്ക് പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ആ പദ്യത്തിൻ്റെ തലക്കെട്ട്. ഓക്കെ, നമുക്ക് പദ്യത്തിലേക്ക് 4 വരികളായിട്ട് കിടക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ പറയാം. ഇഫ് ഐ കുഡ് ഫ്ലൈ, ഐ വുഡ് ഫ്ലൈ സോ ഹൈ അപ്പ് ഇൻ ടു ദ ബ്രൈറ്റ് ബ്ലൂ സ്കൈ. I'd ride on rainbows and float with the clouds and give the sun a kiss. അപ്പോൾ ഈ 4 വരിയിൽ എന്താ പറയുന്നത്? ഇഫ് ഐ കുഡ് ഫ്ലൈ, ഐ വുഡ് ഫ്ലൈ സോ ഹൈ. എനിക്ക് പറക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ വളരെ ഉയരത്തിൽ പറക്കും. അപ്പ് ഇൻ ടു ദ ബ്രൈറ്റ് ബ്ലൂ സ്കൈ, അങ്ങനെ വളരെ ഉയരത്തിലേക്ക്, നല്ല പ്രകാശിതമായി നിൽക്കുന്ന നീല ആകാശത്തിലേക്ക് ഞാൻ പറക്കും. ഐഡ് റൈഡ് ഓൺ റെയിൻബോസ് ആൻഡ് ഫ്ലോട്ട് വിത്ത് ദ ക്ലൗഡ്സ്, ഞാൻ മഴവില്ലിൻ്റെ മേലെ കയറി യാത്ര ചെയ്യും. പിന്നെന്ത് ചെയ്യും? ഐ ഫ്ലോട്ട് വിത്ത് ദ ക്ലൗഡ്സ്, ഞാൻ മേഘങ്ങളുടെ കൂടെ അങ്ങനെ ഒഴുകി നടക്കും. ആൻഡ് ഗിവ് ദ സൺ എ കിസ്, പിന്നെ ഞാൻ സൂര്യന് പോയിട്ട് ഒരു ചുംബനം കൊടുക്കും. ഓക്കെ, ഇതാണ് 4 വരികളിൽ പറയുന്നത്. അടുത്ത 4 വരികളിൽ എന്താ നോക്കാം നമുക്ക്. ഇഫ് ഐ ഹാഡ് വിങ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബേർഡ്, ഐഡ് സോർ ത്രൂ ദ എയർ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്ലെയർ. ഐഡ് സീ ഓൾ ദ മൗണ്ടൻസ് ആൻഡ് ട്രീസ് ഫ്രം എബവ് ആൻഡ് ദ ബിഗ് ബ്ലൂ സീ. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ഐ ഹാഡ് വിങ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബേർഡ്, ഒരു നല്ല ഭംഗിയുള്ള പക്ഷിയെപ്പോലെ എനിക്ക് ചിറകുകളുണ്ടായിരുന്നെങ്കിൽ. ഐഡ് സോ ത്രൂ ദ എയർ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്ലെയർ. അതായത് ഐഡ് സോ ത്രൂ ദ എയർ എന്ന് പറഞ്ഞാൽ ഞാൻ വായുവിൽ പറന്നുയരും. വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്ലെയർ, ഫ്ലെയറിൻ്റെ അർത്ഥം ഒരു പ്രത്യേക കഴിവ്. അപ്പോൾ ആ ചിറകുകൾ ഉള്ള ആ കഴിവ് വെച്ചിട്ട് ഞാൻ വായുവിലേക്ക് പറന്നുയരും. I'd see all the mountains and trees from above and the big blue sea. അങ്ങനെ മേലെ നിന്ന് ഞാൻ മലകളെയും മരങ്ങളെയും നീല കടലിനെയും ഒക്കെ കാഴ്ച കാണും മുകളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 വരികൾ. അടുത്ത പറയുന്നത്, അടുത്ത 4 വരികൾ എന്ത് പറയുന്നു നോക്കാം. So fly up into the sky and dream that you have 2 wings. Just close your eyes and imagine your wings and fly away with me and fly away with me. ഇവിടെ എന്ത് പറയുന്നു? So fly up into the sky. അതുകൊണ്ട് വളരെ പറക്കൂ up into the sky, അങ്ങനെ ആകാശങ്ങളുടെ ഉയരങ്ങളിലേക്ക് പറക്കൂ. And dream that you have 2 wings. അങ്ങനെ സ്വപ്നം കാണാൻ, എന്ത്? നിങ്ങൾക്ക് 2 ചിറകുകളുണ്ട് എന്ന്. Just close your eyes and imagine your wings. അങ്ങനെ കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് 2 ചിറക് ഉണ്ട് എന്ന് അങ്ങോട്ട് ഇമാജിൻ ചെയ്യുക, വിചാരിക്കുക. ആൻഡ് ഫ്ലൈ അവേ വിത്ത് മീ ആൻഡ് ഫ്ലൈ അവേ വിത്ത് മീ, എന്നിട്ട് എൻ്റെ കൂടെ അങ്ങോട്ട് പറക്കാൻ വരിക. ഓക്കെ, അതാണ് ഈ 4 ലൈൻ പറയുന്നത്.
ഇനി അടുത്ത 4 ലൈനിൽ എന്ത് പറയും നോക്കാം. Now we can fly up into the sky. Just close your eyes and dream for a while. We'll ride on rainbows and float with the clouds and give the sun a kiss. ഇവിടെ എന്താ പറയും നോക്കാം. Now we can fly up into the sky. അപ്പോൾ ചിറകുണ്ടെന്ന് വിചാരിച്ചു, സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറക്കാം. We just close our eyes and dream for a while. അങ്ങനെ കണ്ണടച്ച് കുറച്ച് നേരത്തേക്ക് സ്വപ്നം കാണാം. We'll ride on rainbows and float with the clouds. നമ്മൾ റെയിൻബോസിൽ കയറി യാത്ര ചെയ്യും, ക്ലൗഡ്സിൻ്റെ കൂടെ ഫ്ലോട്ട് ചെയ്യും, അതായത് ഒഴുകി നടക്കും. And give the sun a kiss. അങ്ങനെ സൂര്യന് ഒരു ചുംബനം നൽകും. Now let's fly even higher than the sky until we reach the moon, and we'll fly around the stars that shine bright in the sky at night. അപ്പോൾ ഈ ലാസ്റ്റ് 4 വരിയിൽ എന്താ പറയുന്നത്? Now let's fly even higher than the sky. അപ്പം മേഘങ്ങളുടെയും മുകളിലേക്ക്, വീണ്ടും ഉയരത്തിലേക്ക് നമുക്ക് പറക്കാം. Until we reach the moon. അങ്ങനെ നമ്മൾ ചന്ദ്രനിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് പറക്കാം. And we'll fly around the stars that shine bright in the sky at night. അങ്ങനെ രാത്രിയിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെ ചുറ്റും നമുക്ക് പറക്കാം. അപ്പോൾ ഇതാണ് ഈ 4 വരിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ പദ്യത്തിൻ്റെ ഒരു സൂചന, ഐഡിയ കിട്ടിയല്ലോ, അർത്ഥം ഏകദേശം മനസ്സിലായല്ലോ. കെറി മില്ലർ ജോൺസൺ എന്നൊരു പോയറ്റ് എഴുതിയ പദ്യമാണിത്. ഓക്കെ.